രണ്ട് പെൺകുട്ടികളും പയ്യന്മാരും കൂടി ഒരു ഫ്ലാറ്റിലെങ്ങനെ കൂടിക്കഴിഞ്ഞ് ഇവിടെ പലർക്കും ഭൂമി ഇളകുന്ന പോലെയാണ്. ഞാൻ പിന്നെ നിങ്ങളുടെ ആരും നിങ്ങൾക്കത് ശല്യമില്ലല്ലോ, അവരെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോൾ നിങ്ങളുടെ മക്കൾ ഞാൻ എൻ്റെ മക്കൾ പോകുമായിരിക്കും, പോയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഈ ബോൾഡായി നിൽക്കുന്നത് സിനിമയിൽ അവസരങ്ങൾ കുറയ്ക്കാൻ ഇടയാവും. ഒരു മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി രണ്ടുപേര് തമ്മിൽ അടുക്കുന്നതും ബന്ധപ്പെടുന്നതും എനിക്ക് ഒരു വിയോജിപ്പില്ല. അത് എൻ്റെ മക്കളാണ്, എൻ്റെ ഭാര്യയാണ്, എനിക്ക് വിഷയമല്ല. അതും ഞാൻ പറയാം, ബലം പ്രയോഗിച്ചുള്ളതും ചതിച്ചതുമായിട്ടുള്ളവർ, അല്ലാത്തതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. ഈ ഭയങ്കരമായി സംസ്കാരം സംസാരിക്കുന്നവരൊക്കെ വലിയ കുഴപ്പക്കാരാണ്. ഒരാൾക്ക് എങ്ങനെ നടക്കണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ നിയമത്തിൽ? ആരെന്ത് വസ്ത്രം ധരിക്കണം? വലിയ ന്യായം പറഞ്ഞ് വേന്ദ്രന്മാരെ പിടിക്കപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നല്ലവൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജയകൃഷ്ണ ഹണിമൂൺ പോകുമ്പോ കുടുംബം പോയതിന് മിഥുനം സിനിമ എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഇല്ല, ലൈക്ക് ഇല്ല, തീർന്നു. ഇവിടെ ലൈക്ക് കമന്റ്സ് ഇല്ലാത്തൊരു മെന്റൽ ഡിപ്രഷനായിട്ട് ആശുപത്രിയിലാവുന്ന കാലം. പെട്ടെന്ന് പല്ലൊക്കെ ഇങ്ങനെ വന്നിട്ട് സമ്മർ പാലസിലേക്ക് കൊണ്ടുവരുന്നു. ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നോ ആ വിഷ്വൽസ് ഒക്കെ വന്നത്? ഞാനത് കണ്ട് ഭയങ്കര ചിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം ഭേദമാവുക, ഇത്തരം കാര്യങ്ങൾ BJP പ്രചരിപ്പിക്കുമ്പോ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് വരെ അമ്മയുടെ പാല് കുടിക്കും. അത് കഴിഞ്ഞാൽ പാല് കുടിക്കുന്നവരാണെങ്കിൽ മരണം വരെ കുടിക്കുന്നത് പശുവിന്റെ പാലാണ്. ഇപ്പൊ ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നൊരു ചോദ്യം BJP ആണോ എന്നാണ്. ഈ BJP നേതാക്കള് ബീഫ് കഴിക്കാറില്ലേ? എന്തുകൊണ്ട് കഴിച്ചുകൂടാ? ആര് പറഞ്ഞു കഴിച്ചുകൂടാ? ഈ ബീഫ് കഴിക്കുന്നു എന്നുള്ള പേരില് ആളുകളെ തല്ലിക്കൊല്ലുന്നതും ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞത് ബാൻ ചെയ്യുന്നത്. സിനിമയിലേക്ക് പോകുമ്പോ പണ്ടേ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ഒന്നില് മാത്രം ഒരിക്കലും നിന്നു പോവരുത് എന്നുള്ളത്. അഹാന സിനിമയിലേക്ക് പോകുമ്പോഴും അത് മാത്രമായിരുന്നു കൊടുത്ത ഉപദേശം? സിനിമയിൽ പോകുമ്പോൾ ഞാൻ ഉപദേശം കൊടുക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട സിനിമയല്ല ഇപ്പോഴത്തെ സിനിമ, കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു. എൻ്റെ അനുഭവമല്ല ഇന്നത്തെവർക്കുണ്ടാകുന്ന അനുഭവം. അപ്പോൾ എൻ്റെ അനുഭവങ്ങളെപ്പറ്റി ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവർ കണ്ടു വളർന്നതാണ്. പെരുമാറാൻ പറയും എപ്പോഴും, ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക, ബാക്കിയൊക്കെ നടന്നോളും. കാരണം ഈ പേരും പണവും ഒക്കെ അങ്ങ് വരുന്നതാണ്, അവരുടെ കഴിവുകൊണ്ടല്ല. അപ്പോൾ അതുപോലും പണം വരുന്നുണ്ടെങ്കിൽ അതൊരു ഒഴുക്കാണ്, അതിനൊരിക്കലും തടഞ്ഞു നിർത്തരുത്, അതിനെ ഒഴുകാൻ അനുവദിക്കണം. അതായത് മറ്റുള്ളവരിലോട്ട് പോകണം. ഞാൻ അതുകൊണ്ട് നേരത്തെ റംബൂട്ടാൻ്റെ വലയിടുന്നു എന്ന് പറഞ്ഞത്, സഹജീവികൾ എന്ന് പറയുന്നത് പ്രാണി തൊട്ട് വരും. ഒരു പരാഗണം നടത്തുന്ന ചെറിയ ചെറിയ വണ്ടുകളുണ്ട്. ഇത് ചെന്ന് ഇതിൽ തൊട്ടിട്ട് അപ്പുറത്ത് പോകുമ്പോൾ ഇതിൽ പൂമ്പൊടി അപ്പുറത്ത് എത്തിക്കുക. അങ്ങനെ ഈ മരങ്ങൾ 6 മാസം കഴിയുമ്പോൾ കായ്ക്കും, ഇവിടെ പഴങ്ങളുണ്ടാകുന്ന. ഇവർക്കകത്തൊരു ഭാഷയുണ്ടെന്ന് വിചാരിക്കുക. അണ്ണാനോടും കാക്കയെടുത്തും പറയും. അപ്പോൾ അവർ 6 മാസം കഴിയുമ്പോൾ ഇവിടെ ഭക്ഷണം എന്ന് പറഞ്ഞ് വരുമ്പോൾ വലയിട്ട് വെച്ചാലൊരു കുഴപ്പം, അവരുണ്ടാക്കിയതാണ്. അപ്പം അതിൻ്റെ ഒരു അംശം അവരുടെയാണ്. പക്ഷേ കാർഷിക അടിസ്ഥാനത്തിൽ ഇത് പറ്റില്ല. അല്ലാതെ ഇപ്പം ഞങ്ങളെപ്പോലെ 5-6 മരങ്ങളുള്ളപ്പോൾ അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും എടുക്കാം, അവർക്കും എടുക്കാം. ഈ പറഞ്ഞ ഈ പിള്ളേരത്തും പറയുന്നത്രേ ഉള്ളൂ, നിങ്ങൾക്ക് വരുന്ന ധനം മുഴുവൻ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ അഭിനയിച്ചുകൊണ്ടാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് വളരെ അപകടം ചെയ്യും. അതുകൊണ്ട് ഈ ഓഫീസ് ഇപ്പം നമ്മളിരിക്കുന്നത് അഹാദിഷിക്കാന്ന് ഞങ്ങളുടെ ചാരിറ്റിയുടെ ഓഫീസാണ്. അപ്പോൾ ഈ പിള്ളേരത്തൊക്കെ പറയും, കണക്കില്ല, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ മാസം നിങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന വരുമാനത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ടേക്കുക. അതെവിടെ മക്കളും ഭാര്യയും ഞാനും എല്ലാവരും അങ്ങനെയാണ് ഈ അഹാദിഷിക എന്ന്. അപ്പം ഞങ്ങളിവിടെ കുറേ ടോയ്ലറ്റും മറ്റതൊക്കെ ഇവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിന് വലിയ പ്രചാരമൊന്നും കൊടുക്കാറില്ല. അത് ഭയങ്കരമായ സ്ട്രെങ്ത് തരും, മുന്നോട്ട് പോകാനുള്ളത് വരും. വരുമാനം പോലും ഒഴുക്കൊരിക്കലും നിൽക്കില്ല, കൊടുക്കും തോറും എത്രയോ ഇരട്ടിയായി തിരിച്ചു വരും. അതുപോലെ കുറച്ച് ബോൾഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതൊപ്പം തന്നെ ഈ ബോൾഡായി നിൽക്കുന്നത് സിനിമയിൽ അവസരങ്ങൾ കുറയ്ക്കാൻ ഇടയാവും. ഇപ്പൊ നോ പറയുന്നത് കൊണ്ട് മാത്രം അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അത് അങ്ങനെ പറഞ്ഞാൽ സിനിമാ മേഖല വളരെ മോശമാണ്. നമ്മളിരിക്കും മേഖലയ്ക്ക് കുഴപ്പമില്ല, എന്തായാലും വ്യക്തികളുടെ ഇതാണ്. പിന്നെ എല്ലാ ആണുങ്ങളും അങ്ങനെ ആവണമെന്നില്ല, വളരെ ചുരുക്കം ആണുങ്ങളേ ഉള്ളൂ ഈ ഒരു കണ്ണോടെ കാണുന്നത്. ഇപ്പം എനിക്കെന്താ ഈ വിഷയങ്ങളൊക്കെ താല്പര്യമില്ലാത്ത ആളാണ്. താല്പര്യമുള്ളായിരുന്നു എനിക്ക് ഭാര്യയോട് സംസാരിച്ചിട്ട് 4 പിള്ളേരുണ്ടാവില്ലല്ലോ. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് താല്പര്യമുള്ള ആളാണ്. പക്ഷേ അത് ആരോട് എന്ത് പ്രയോഗിക്കണം നമ്മൾ ആലോചിക്കുക. പിന്നെ ഒരു മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി 2 പേര് തമ്മിൽ അടുക്കുന്നതും ബന്ധപ്പെടുന്നതും എനിക്ക് ഒരു വിയോജിപ്പില്ല. അത് എൻ്റെ മക്കളാണ്, എൻ്റെ ഭാര്യയാണ്, എനിക്ക് വിഷയമല്ല. അല്ലാതെ ഈ ഫോഴ്സ് യൂസ് ചെയ്തുള്ള സംഭവങ്ങളോട് അതിശക്തമായ പണിഷ്മെൻറ്റുകൾ കൊടുക്കണം. ഈ റിപ്പോർട്ടുകൾ വന്നാൽ പോരാ, കൃത്യമായി. അതും ഞാൻ പറയാം, ബലം പ്രയോഗിച്ചുള്ളതും ചതിച്ചതുമായിട്ടുള്ളവർ, അല്ലാത്തതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. 2 പേര് തമ്മിൽ ഇഷ്ടപ്പെട്ട് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അത് എൻ്റെ വിഷയമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ വിഷയമല്ല.
അപ്പോൾ നമ്മൾ സംസ്കാരത്തെ പറ്റി പറയും. അതൊക്കെ ഈ ഭയങ്കരമായി സംസ്കാരം സംസാരിക്കുന്നവരൊക്കെ വലിയ കുഴപ്പക്കാരാണ് എന്ന് തോന്നാറുണ്ട്. അതെ, ഈ പെൺകുട്ടികളുടെ വസ്ത്രത്തെ കുറിച്ച് പറയുക എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. ഇപ്പോ സാധാരണ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, പലരും ഈ ചിത്രങ്ങളിൽ വെച്ചിട്ടാണ് ആളുകൾ എന്ത് ഡ്രസ്സാണ് ഈ ധരിക്കുന്നത്, ഇങ്ങനെയാണോ ഡ്രസ്സ് ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി അത് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഒരു പെൺകുട്ടി തുണി ഇല്ലാതെ നടന്നു പോകുന്നു, തൊടാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് എവിടെ നിയമം? ഒരാൾക്ക് എങ്ങനെ നടക്കണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ നിയമത്തിൽ? ആരെന്ത് വസ്ത്രം ധരിക്കണം? ഇത് ഉടനെ പറയുന്നത് വെച്ചാൽ ആണുങ്ങളുടെ അങ്ങനെയാണെങ്കിൽ അവന് എന്താണെന്ന് വെച്ചാൽ അവനെ ചികിത്സ കൊടുക്കണം. നമുക്കിത് എന്ത് ഇവിടെ ഇത്രയും ആണുങ്ങളുണ്ടല്ലോ ഈ നാട്ടിൽ, ഈ കുറച്ച് പേർക്ക് മാത്രമാണ് ഇത്. ഞരമ്പുകളുടെ കുഴപ്പമാണ്, ഇതിന് ചികിത്സയാണ് ആവശ്യം. ഒന്നാമത്തെ കാര്യം, പണ്ടൊരു കാര്യം പറയും, ഭയഭക്തി ബഹുമാനം എന്ന് പറയും. ഇവിടെ ഭയമില്ല, അതായത് ശിക്ഷാ നടപടികൾ കുറവാണ്. ഒരേ തെറ്റ് ചെയ്യുന്നതിൽ തന്നെ 10 പേർക്ക് ഒരു ശിക്ഷ, മറ്റൊരാൾക്ക് വേറെ ശിക്ഷ. ഇതാണ് അപകടം വരുത്തുന്നത്. ശിക്ഷ കടുപ്പിച്ചാലുണ്ടല്ലോ ഒരുതനും കളിക്കത്തില്ല. ഭയമില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഭയം വന്ന ഒരു കുഴപ്പമുണ്ട്, ഭക്തിയും ബഹുമാനം എൻ്റെ കൂടെ ഇൻബിൽറ്റാ വന്നോളൂ. അത് മാറുമ്പോഴത്തേക്ക് ഈ പ്രശ്നമൊക്കെ തീരും. ഒരു ഞരമ്പനെ നല്ല പോലെ ഒന്ന് പിടിച്ച് ശിക്ഷിക്കുന്ന പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുക്കട്ടെ, എല്ലാം മാറിക്കോളും. ഇതിപ്പോൾ 2 പെൺകുട്ടികളും പയ്യന്മാരും കൂടി ഒരു ഫ്ലാറ്റിലെങ്ങനെ കൂടിക്കഴിഞ്ഞ് ഇവിടെ പലർക്കും ഭൂമി ഇളകുന്ന പോലെയാണ്. ഞാൻ പിന്നെ നിങ്ങളുടെ ആരും നിങ്ങൾക്കത് ശല്യമില്ലല്ലോ, അവരെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോൾ നിങ്ങളുടെ മക്കൾ ഞാൻ എൻ്റെ മക്കൾ പോകുമായിരിക്കും, പോയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നില്ല. അവരാരുടെ കൂടെ പോകുന്നു, എന്തിനു പോകുന്നു എനിക്ക് ബുദ്ധിമുട്ടേ. അത് അവരുടെ ഇഷ്ടമാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിന് യാതൊരു ഇതും നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന കാര്യങ്ങളുണ്ട്. വലിയ ന്യായം പറഞ്ഞ് വേന്ദ്രന്മാരെ പിടിക്കപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നല്ലവൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ നല്ലത് ചീത്ത എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എന്താ നല്ലത് എന്താ ചീത്ത അത് ഓരോരുത്തരെ അനുസരിച്ചിരിക്കും, ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും. പ്രായം അനുസരിച്ചിരിക്കണം. പ്രായം ചെന്ന പഴയവരുണ്ട്, അവർ വളർന്ന രീതി വെച്ച് നോക്കുമ്പോൾ അവർക്ക് തെറ്റായിട്ട് തോന്നും. ഞാൻ അവരടുത്തൊന്നും എതിർക്കില്ല. പക്ഷെ ഇന്ന് ഈ ഓവറായിട്ട് എഴുതുന്നവരുണ്ടല്ലോ, അവരാണ് അപകടകാരികൾ. അതുപോലെ ഈ കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ജയകൃഷ്ണ ഹണിമൂൺ പോകുമ്പോ കുടുംബം പോയതിന് മിഥുനം സിനിമ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടവരുണ്ട്. അവസാനം എന്തെന്നറിയോ, ഞാൻ എപ്പോഴും പറയുന്നത്, സന്തോഷം കണ്ടെത്താൻ ആർക്കും ദ്രോഹമില്ലാത്ത എന്ത് ചെയ്തിട്ട് സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്താണ്. പിന്നെ എഴുതുന്നില്ലേ, ഞാനിപ്പോൾ എഴുതുന്ന വെച്ചാൽ നമ്മളെപ്പറ്റി ഒന്നും ആരും എഴുതിയില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ആരും അല്ലാതായി പോകും. അതൊരു വിഷമമാണ്. പിന്നെ തകർന്നു പോകൂലേ? കമന്റ്സ് ഇല്ല, ലൈക്ക് ഇല്ല, തീർന്നു. ഇവിടെ ലൈക്ക് കമന്റ്സ് ഇല്ലാത്തൊരു മെന്റൽ ഡിപ്രഷനായിട്ട് ആശുപത്രിയിലാവുന്ന കാലം ഇത്. വളരെ ചെറിയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, കുറച്ച് കാലമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ഇപ്പം എനിക്ക് 56 വയസ്സുണ്ട്. ഈ 56 വയസ്സ് വരെ എന്നെ ഈ ഭൂമിയിൽ കൊണ്ടു നടന്ന ശക്തികൾ എന്താണെന്ന് എനിക്കറിയില്ല. അതിനൊക്കെ നന്ദി പറയും. അങ്ങനെ ഒരു യാത്രയുടെ ഒരു പ്ലാനിങ് സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു? നാച്ചുറലി അങ്ങനെ സംഭവിച്ച് എല്ലാരും കൂടി ഒന്നിച്ചങ്ങ് പോയതായിരുന്നോ? അത്രേ ഉള്ളൂ. അതിന് ഈ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പിൽക്കാലത്ത് വന്നൊരു ചിന്തയില്ല, കല്യാണം കഴിഞ്ഞ ഹണിമൂൺ പോകണം എന്നുള്ളത്. ഇതങ്ങനെയല്ല, ഞങ്ങൾക്കെല്ലാം കൂടി കറങ്ങാൻ പോയി, അതിന് കുറച്ച് മുമ്പോട് കല്യാണം കഴിച്ചു, എല്ലാരും അതിന് ഹണിമൂൺ. അത്രേ ഉള്ളൂ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നിങ്ങളത് പോയപ്പോ അതും ഒരു സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി എഴുതുന്നു, അതിൽ കുറെ വീഡിയോ ഇറക്കുന്നു. ഇപ്പൊ തന്നെ മോളുടെ വീട് തന്നെ വേറൊരു ഇഷ്യൂ പറഞ്ഞൊരു വീഡിയോ ഇറക്കി. അതിലൊക്കെ പലർക്കും പണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കത് ദോഷമായിട്ട് തോന്നുന്നില്ല. മാനസികം, ഞാൻ ഒരിക്കൽ അവൾക്കത് ചെറിയൊരു തട്ട് കിട്ടി ഇടയ്ക്ക്. കാരണം വെച്ചാൽ അവളുടെ കച്ചവടത്തെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നു. ഇതിനകത്ത് സോഷ്യൽ മീഡിയ വളരെ നല്ല, പക്ഷേ ഈ ഡബിൾ എഡ്ജ് സ്വാഡ് എന്ന് പറയും, ഇരുവരെയും കട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഇപ്പൊ എന്ന് വെച്ചാൽ പ്രിൻസി നാളെ ഒരു സ്ഥാപനം തുടങ്ങുന്നു, പെട്ടെന്നത് ഉയർന്നു. അപ്പം അപ്പുറത്തിരിക്കുന്ന 5 പേർക്ക് അത് ബുദ്ധിമുട്ട് വരുന്നു. അല്ല, ഒരു കടക്കാരന്, അയാൾ ഈ യൂട്യൂബർമാരെല്ലാം മോശമെന്നല്ല, അതിനകത്ത് കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളെ കരുതിയച്ച് കാണിക്കാനും നിങ്ങളുടെ ബിസിനസ് തകർക്കാനുമായിട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ ഇടപെട്ട് നിയമപരമായിട്ട്, അതുവരെ ഞാൻ ഇടപെടില്ലായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിക്രൂരമായ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നു, അവിടെ വരെ ഞാൻ ഇടപെട്ടില്ല. അവിടെ നമ്മൾ ഇടപെടും. എവിടെ എങ്ങനെ പരാതി കൊടുക്കണം, ആരോട് സംസാരിക്കും. കാരണം എൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഞാൻ കൂടെ നിൽക്കും. അത് ശരിയും തെറ്റൊന്നും ഞാൻ നോക്കത്തില്ല, അത് എൻ്റെ ഒരു രീതിയാണ്. ഞാൻ നിൽക്കും എന്ന് വെച്ചാൽ ബന്ധുക്കളെ അല്ലെങ്കിൽ മറ്റേ ഒരു ന്യായം ചെയ്ത ആളെ തെറ്റാക്കി കാണിക്കുകയല്ല. എൻ്റെ മകളുടെ വണ്ടി ഇടിച്ച വിഷയമുണ്ടായി, 100% മറ്റേ ആൾ ഇടിച്ചത്. ആ പയ്യന് നല്ല പയ്യനായിരുന്നു. സൊമാറ്റോ ഒരു കമ്പനിയിൽ ഇവള് പേടിച്ചും പോയി, ഇടിച്ചു പൊടിച്ച് നിരക്കി കൊണ്ടുപോയി. അപ്പോൾ തെറ്റ് ആരുടെ എന്നുള്ള ആ പയ്യൻ അവിടെ വെച്ച് പറയുന്നു. പക്ഷേ നമ്മൾ അപ്പോഴും നോക്കേണ്ടത്, എത്രയല്ല പയ്യൻ വേദന എടുത്ത് ആശുപത്രി കിടക്കുകയാണ്. അവരുടെ മാതാപിതാക്കൾ വിളിച്ചു, ആ വണ്ടി നന്നാക്കാനുള്ളതും ആ ചികിത്സയുടെ എല്ലാം കൊടുത്തു.
അവർക്കത് വേണ്ടെന്ന് വരെ പറഞ്ഞു. പക്ഷേ അപ്പോഴെന്താ പറ്റിച്ചൊരു നമുക്കൊരു മനസ്സമാനമുണ്ട്. കാരണം എത്രയായാലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ വേദന എടുക്കുന്നത് ഭയങ്കരമാണ്, ഫിസിക്കൽ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. ശരി തെറ്റിനെ വലിയതായിട്ട് നോക്കരുത്. തെറ്റാണെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടെങ്കിലും ഒന്ന് ഹാപ്പി ആക്കിയിട്ട് അവരുടെ മനസ്സിലും ഒരു നല്ല തോട്ട് വരുമല്ലോ. വൈബ്സ് എന്ന് നേരത്തെ പറഞ്ഞത്, പോസിറ്റീവ് വൈബ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായ ഒരു സാധനം ഉണ്ടായിരുന്നു, ചേട്ടന്റെ സമ്മർ പാലസിലെ ആ ഗോസ്റ്റായി വന്ന് ആ വിഷ്വൽ പെട്ടെന്ന് പല്ലൊക്കെ ഇങ്ങനെ വന്നിട്ട് സമ്മർ പാലസിലേക്ക് കൊണ്ടുവരുന്നു. ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വിഷ്വൽസ് ഒക്കെ വന്നത്? ഞാനത് കണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ട്രോൾ ഉണ്ടാക്കുന്നതിനകത്തും ഒരു ജീനിയസ് അതിനകത്തുണ്ട്, ഒരു ബ്രെയിൻ്റെ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. കാരണം ഒരു സാധനം കാണുമ്പോൾ നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാൾ കാണുന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അത് ദ്രോഹിക്കലല്ല, ആക്ച്വലി ജനങ്ങളിൽ പോലും ഒരു ചിരി പടർത്താൻ പറ്റുന്ന സംഭവമാണ്. ഞാൻ പല വേദികളിൽ പറഞ്ഞില്ല, പണ്ട് ഏറ്റവും വലിയൊരു നേതാവായിരുന്നു കെ കരുണാകരൻ കുഞ്ഞാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ധാരാളം കാലം വാഴുന്നു. സൂപ്പർ പവർഫുള്ളായിരുന്നു. അതായത് പത്രമോ ഏതിനെ വേണോ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പത്രക്കാരുടെ നിരന്തരം കാർട്ടൂണുകൾ വരുന്നത് പുള്ളിയെ പറ്റി. പുള്ളിയുടെ മുഖം വരച്ചിട്ട് 3-4 കുത്ത് വരയ്ക്കും. അതാണ് പുള്ളിയുടെ മീശ. എന്തിനും എടുത്തിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ പത്രക്കാർ ചോദിച്ചു, താങ്കൾ വളരെ ശക്തനായ ഒരു നേതാവാണ്, എന്തുകൊണ്ട് ഇവരെ നിയന്ത്രിച്ചുകൂടാ, നിങ്ങൾക്ക് ഇതിങ്ങനെ കുപ്രസിദ്ധമായ സംഭവം. അദ്ദേഹം ഒരു ചിരിയുണ്ട് എപ്പോഴും, ചിരിച്ചിട്ട് പറഞ്ഞു, കുപ്രസിദ്ധിയുടെ മറച്ചു പിടിച്ചാൽ അതും പ്രസിദ്ധിയാണ്. അത്രേ ഉള്ളൂ. 5 പൈസ ചെലവില്ല. നമ്മളെപ്പറ്റി തന്നെ പറയില്ലേ. അത് നമ്മളത് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ, ആരും എന്താ പറയട്ടെ. അതിനുശേഷം ആ സിനിമ കുറെ ആൾക്കാർ കണ്ടു കേട്ടോ. ആ സീൻ അതാണ് അതിന്റെ ഭാഗ്യം കണ്ടോ. അപ്പൊ അതിന്റെ നിർമ്മാതാക്കൾ ആർക്കോ അവർക്ക് എന്തെങ്കിലും ധനം കിട്ടുന്നെങ്കിൽ അതും ഗുണകരമാവും. അതുകൊണ്ട് എല്ലാത്തിനും ഒരു നല്ല വശമുണ്ട്. നമ്മൾ അതിലോട്ട് തന്നെ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. പക്ഷെ ആദ്യ സിനിമ കാശ്മീരായിരുന്നു, സൈന്യമായിരുന്നില്ലേ ആദ്യ സിനിമ? ഞാൻ ആ സിനിമയിലേ ഇല്ല, സൈന്യത്തിൽ. പക്ഷെ വിക്രത്തിന് വേണ്ടി ഡബ് ചെയ്തു കേട്ടു. ഡബ് ചെയ്യാൻ പോയി, എന്നെ അനുവദിച്ചില്ല. അന്നത്തെ നിയമം എന്താ വെച്ചാൽ ഞാൻ ചെന്നൈയിൽ താമസിക്കുന്നു, 5 പൈസ കയ്യിലില്ല. അപ്പോൾ ആര് വിളിച്ചാലും നമ്മൾ ഡബ് ചെയ്യാൻ പോവും. അപ്പോൾ ജോർജ് സാറുമായിട്ട് നല്ല ബന്ധം. പക്ഷെ അന്നത്തെ അവിടുത്തെ ഒരു അസോസിയേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർ പറഞ്ഞ ന്യായമാണ്, അവർക്ക് അസോസിയേഷൻ്റെ കാർഡുള്ളവർക്ക് ഡബ് ചെയ്യാൻ പറ്റും. നമുക്കിതറിയില്ല. കുറേ ഡബ്ബൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ തൂക്കി മാറ്റി കളഞ്ഞു സ്റ്റുഡിയോയിൽ നിന്ന്. അതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നത് കണ്ടിട്ടുമില്ല. ഇത് വിവാദങ്ങളാക്കുമ്പോഴാണെങ്കിലും കൂടുതൽ വന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല. കാരണം ആരോട് എക്സ്പ്ലെയിൻ ചെയ്യണം, ഇതാരാണ്, മുഖമില്ല, ഒരു പൂവിൻ്റെയും അല്ലെ മൃഗത്തിൻ്റെയൊക്കെ ഇത് വെച്ച് എഴുതുന്ന അവരോട് നമ്മൾ പ്രതികരിക്കാൻ പോയാൽ, കാരണം ഈ ആളാരാണ്, എത്ര നിലവാരത്തിൽ നിൽക്കുന്ന ഒരാളാണ്, നമ്മൾ ഇറങ്ങുകയാണോ കയറുകയാണോ എന്നറിയില്ല. ഏറ്റവും നല്ലത് ഇഗ്നോർ ചെയ്യുക. നമ്മൾ ചില കാര്യങ്ങളെ വിട്ടുകൊടുത്താൽ 5 മിനിറ്റിൽ അടുത്തൊരു വിഷയം വരും. ജനമനസ്സുകൾ എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെ അടുത്ത വാർത്തയിലോട്ട് കയറും. അതുകൊണ്ടാണല്ലോ എപ്പോഴും ഡിഫ്ലക്റ്റീവ് ടെക്നോളജി ഒരു ടെക്നിക്കുണ്ട്. മനുഷ്യനെ അവരുടെ മനസ്സിനെ ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുക ഒരു വിഷയത്തിൽ നിന്ന്. ഇപ്പോൾ ഗവൺമെൻറ്റുകൾ ചെയ്യുന്നൊരു കാര്യം അതാണ്. ഇപ്പോൾ കേരളത്തിൽ അതിഭീകരമായ സർക്കാരിൻ്റെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആനയോ മറ്റേതിൻ്റെ പേരിൽ അങ്ങ് മാറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ട് കൊണ്ടുവരും. 4-5 വർഷം പൂഴ്ത്തി വെച്ച റിപ്പോർട്ട് എടുത്ത് പുറത്തിടും. അതെപ്പോഴും അങ്ങനെയാണ്, അത് കരുതിക്കൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് വെച്ചാൽ, ആരോടെങ്കിലും തർക്കിക്കുന്നതിനേക്കാളും ഇതിലൊക്കെ നമ്മൾ അറിഞ്ഞില്ലെന്ന് വിചാരിച്ച തീർന്നുണ്ടോ. പലതും നമ്മൾ അറിയില്ല, നമ്മളെ പലരും അറിയിക്കുമ്പോഴറിയുന്നത്. എന്നാൽ ഞാൻ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഇതിനകത്തിരിക്കും. എല്ലാ വാർത്തയും കാണില്ല, പക്ഷേ വാർത്താ ശകലങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നത്. അതുപോലെ ഇപ്പം IIT മദ്രാസ് ഡയറക്ടറില് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞപ്പം അസുഖം ഭേദമായതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രസ്താവന തന്നെ പല BJP നേതാക്കളടക്കം നടത്തിയിട്ടുള്ളതുമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം ഭേദമാവുക, ഇത്തരം കാര്യങ്ങൾ BJP പ്രചരിപ്പിക്കുമ്പോൾ അതിനോട് ആളുകൾ കാണിക്കുന്ന ഒരു വിമുഖതയുണ്ട്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വളരെ രീതിയിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ആ വ്യക്തി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കാം. ഞാനിത് ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പോരായ്മ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സായിപ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് പറയുന്നു, വെളിച്ചെണ്ണ ഹൃദയത്തിന് ഹാനികരം, സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അടുത്ത ദിവസത്തെ ആൾക്കാർ പറയും സൺഫ്ലവർ ബെസ്റ്റാണ് കേട്ടോ, ഒരു ഓസ്ട്രേലിയയിലൊരു സയൻറ്റിസ്റ്റ് പറഞ്ഞു, അല്ല അമേരിക്കക്കാരൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ അതിനെ മതവൽക്കരിക്കുക അല്ലെങ്കിൽ അന്വേഷിക്കുക ഇതിനകത്തുണ്ടോ. കാരണം നമ്മളെല്ലാം കാണുന്നു, എത്രയോ ഈ ചെടികൾക്ക് ഉപയോഗിക്കുന്ന വളങ്ങളിൽ ചാണകവും ഗോമൂത്രവും ഇല്ലാത്ത ഇത് വരുന്നില്ല. എത്രയോ ആയുർവേദ മരുന്നുകളിൽ നിന്ന് ഇത് വരുന്നു.
അപ്പോൾ ഇത് കുടിച്ചവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലാതിരിക്കാം. ഇത് എനിക്കറിയത്തില്ല, മാത്രമല്ല ശാസ്ത്രീയമായി എത്ര തെളിയിച്ചിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ ഇന്ന് ഇതിന് വ്യാപകമായ ഒരിത് പുറം രാജ്യങ്ങളിലും കിട്ടുന്നു. ഇപ്പോൾ ഈ നെതർലൻഡ്സ് പോലത്തെ രാജ്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മനുഷ്യർ, സൊസൈറ്റി മെച്ചുവേർഡ് ആകുമ്പോഴത്തേക്കും മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ അടുക്കും. അവിടെ വലിയൊരു സംഭവമാണ് അവിടുത്തെ ഈ ചീസ് ഫാക്ടറികളുടെ അവിടെ പോകുമ്പോൾ വേറൊരു ഭാഗമാണ് പശുക്കൾ. ഇങ്ങനെ ഈ പശുക്കളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിന് $200 കൊടുക്കണം ഒരു മണിക്കൂർ. അവർ പറയുന്നത് ജീവിതത്തിൽ വളരെ സമാധാനം കിട്ടും ഈ മിണ്ടാപ്രാണികളുമായിട്ട് അടുക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇതിനകത്തെ വിഷയം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ഞാനിപ്പോൾ ഈ പറയുന്നതും നാളെ കോൺട്രവേഴ്സി ആണെന്ന് എനിക്കറിയാം, എന്നാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഈ ഗോമാതാവ് എന്ന് പറയുന്നതാണ് ഇവിടെ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗോമാതാവ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന്, പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലും ഈ ഗോശാലകളുണ്ട്. അതായത് നമ്മുടെ അമ്മയുടെ വീട്ടിലൊക്കെ പാല് വിട്ടുകൊണ്ടിരുന്ന വീടാണ്. തൊഴുത്തുകളുണ്ട്, പശുക്കളുണ്ട് ധാരാളം. ഇവരുമായിട്ട് ഭയങ്കര അടുപ്പവും. അപ്പോൾ നമ്മൾ പേര് വിളിക്കും, നമ്മുടെ മക്കളെ വിളിക്കുന്നത്, ഇവരുമായിട്ട് വളരെ അടുപ്പമുണ്ടാവും. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് വരെ അമ്മയുടെ പാല് കുടിക്കും. അത് കഴിഞ്ഞാൽ പാല് കുടിക്കുന്നവരാണെങ്കിൽ മരണം വരെ കുടിക്കുന്നത് പശുവിൻ്റെ പാലാണ്. അപ്പോൾ അമ്മയെ റീപ്ലേസ് ചെയ്യുന്നൊരു സംഭവമായിട്ടാണ് പശുവിനെ കാണുന്നത്. അതുകൊണ്ട് ഗോ മാതാവ് എന്ന് പറയുന്നത് പശുവാണെങ്കിലും നമ്മുടെ അമ്മയെ പോലെയാണ്. ഇതായിരിക്കാം ഒരു കാരണങ്ങളിലൊന്ന്. അപ്പോഴാണ് പശുവിനെ ധാരാളം വളർത്തണം, അത് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് പശുവിനെ ദൈവമായിട്ടും മറ്റൊന്നും പണ്ട് തൊട്ടേ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പശുവിനെ അറുത്ത് കഴിക്കാതിരിക്കുക. കാളയുണ്ട്, എരുമയുണ്ട്, പോത്തുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടെ ബീഫ് എന്ന് പറഞ്ഞ് വിഷയമാക്കിയത്. ഞാൻ ബീഫ് കഴിക്കുന്ന ഒരാളാണ്, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇവിടെ നിയമപരമായിട്ട് ആരും ഒന്നിനും ബാൻ ചെയ്തു. പൊതുവിൽ ആളുകൾ പറയുമല്ലോ BJP നേതാക്കൾ ബീഫ് കഴിക്കും. പൊതുവിൽ അതാണ് വിഷയം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നൊരു ചോദ്യം BJP ആണോ എന്നാണ്. കാരണം ഞാൻ ബീഫ് കഴിക്കാറില്ല, കാരണം എനിക്ക് അലർജിയാണ്. പക്ഷേ അലർജി ആണോ എന്നല്ല ചോദിക്കുക, BJP ആണോ എന്നാണോ ചോദിക്കുക. ഈ BJP നേതാക്കൾ ബീഫ് കഴിക്കാറില്ലേ? എന്തുകൊണ്ട് കഴിച്ചുകൂടാ? ആര് പറഞ്ഞു കഴിച്ചുകൂടാന്ന്? പിന്നെ ഓരോരുത്തരും വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരുണ്ട്, നോൺ വെജ് കഴിക്കുന്ന തന്നെ റെഡ് മീറ്റ് കഴിക്കാത്തവരുണ്ട്. ഇപ്പം എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നോൺ വെജിൽ ചിക്കൻ കഴിച്ചോളൂ, പക്ഷേ റെഡ് മീറ്റ് കഴിക്കേണ്ട. അത് ഒരു പ്രായം വരുമ്പോൾ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ദോഷമായതുകൊണ്ട് മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെ ശരീരത്തിന് ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒരാൾ കഴിക്കാതിരിക്കുക. പക്ഷേ നിയമം കൊണ്ട് ബീഫ് ബാൻഡ് അല്ല. പശുവിനെ കൊല്ലാൻ പാടില്ല, പശു ഇറച്ചി വിൽക്കാൻ പാടില്ല, പശു ഇറച്ചി കഴിക്കാൻ പാടില്ല, ഇത്രേ പറയുന്നുള്ളൂ. അതും ബാൻഡാണെന്ന് വെച്ചാൽ ബാൻഡല്ല. ഇനി നിയമവശം കൊണ്ട് ഒരു ബാൻ ഉണ്ടെങ്കിൽ പിടിച്ചകത്താക്കും നമ്മളെ. ഇപ്പോൾ ഡ്രഗ്സ് സംസ്ഥാനങ്ങളിലുണ്ടല്ലോ. 1948 കാശ്മീരിൽ ബീഫ് ബാൻഡായിരുന്നു മൊത്തത്തിൽ. കാശ്മീരിൽ അന്ന് ആർക്കും പ്രശ്നമല്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിനകത്ത് വരുന്നൊരു വിഷയത്തെ ഇന്ന് നമുക്ക് മീഡിയ അത്ര വൈഡ്. പക്ഷെ പ്രശ്നമാകുന്നത് ഈ ബീഫ് കഴിക്കുന്നു എന്നുള്ള പേരില് ആളുകളെ തല്ലിക്കൊല്ലുന്നതും, ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞത് ബാൻ ചെയ്യുന്ന കൊന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ കൊന്നിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ ഉണ്ടായിട്ടുണ്ട്. തെറ്റ് എവിടെയെങ്കിലും ഒരു സാധനം നടക്കുമ്പോൾ ആ വാർത്ത വരുന്നത് വളച്ചൊടിക്കും. ആരെ കൊന്നു? ആദ്യം പറഞ്ഞു ട്രെയിനിൽ വെച്ച് അടിച്ചു കൊന്നു, പിന്നെ പറഞ്ഞു ബീഫ് ഫ്രിഡ്ജിൽ വെച്ചോണ്ട്. ഇത് ഒരു ലോക്കൽ ഇഷ്യൂ നടക്കും. ഇപ്പോൾ ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തൊരു ഇഷ്യൂ ഉണ്ടായി ട്രെയിനിൽ ഭോപ്പാലിൽ വെച്ച്. അന്ന് ഞങ്ങളിവിടെ ഇലക്ഷൻ നിൽക്കുമ്പോൾ, ഞാനിവിടെ ബിഷപ്പ് ഹൗസ് ചെല്ലുമ്പോൾ ഈ കാര്യം എടുത്തോളൂ. ഞങ്ങളുടെ കന്യാസ്ത്രീകൾക്ക് പോലും സുരക്ഷിതത്വമില്ല BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ. അപ്പോൾ ഈ പിടിക്കപ്പെട്ട പയ്യൻ ABVP-യിലുള്ള പയ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP-യുടെ യുവജന വിഭാഗത്തിൽ വരുന്നതാണ്, വിദ്യാർത്ഥി വിഭാഗം. തിരിച്ചൊരു കാര്യം പറയട്ടെ, ആരെങ്കിലും പറഞ്ഞിരിക്കും ഡൽഹിയിൽ നിന്ന് ഇന്ന ട്രെയിനിൽ ഇത്രാമത്തെ ബർത്തിൽ ഒരു കന്യാസ്ത്രീ പോകുന്നത് ആക്രമിക്കണം? അല്ല, ഇവൻ ക്രിമിനലാണ്. അപ്പം ഇവനെ എന്താ ചെയ്യേണ്ടത്? ഇവനെ BJP-യോ ഹിന്ദുവോ ABVP-യോ നോക്കണ്ടേ, അവനെ ക്രിമിനലായിട്ട് ട്രീറ്റ് ചെയ്യവനെ ശിക്ഷിക്കുക, അതല്ലേ? അപ്പോൾ അവിടെ എന്ത് പറ്റുന്നു? ഹിന്ദു ക്രിസ്ത്യൻ ലഹള ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെ ആക്കരുത്. അവിടെയാണ് ഈ മാധ്യമത്തിൻ്റെ റോൾ. എവിടെയാണ് ഇന്ന് ഏതെങ്കിലും മാധ്യമ ഒരു ചാനലോ പത്രമോ ഉണ്ടോ ബയസ്ഡ് അല്ലാത്തത്? ഇന്ന പാർട്ടിയുടെ അല്ല ഇന്ന മതത്തിൻ്റെ അങ്ങനെയല്ലേ വരുന്നത്? 5 ചാനലിൽ 6 വാർത്തയാണ് വരുന്നത്, ഹെഡ്ലൈൻസ്. ഞാനൊരു വാർത്ത ഈ പണിയിൽ നിന്ന് തുടങ്ങിയത്. ഞാൻ 1989 ദൂരദർശനിൽ ഇതുപോലെ കമ്പും ഇതുപോലെ ക്യാമറയൊക്കെ ആയിട്ട് നടന്ന ഒരാളാണ്. അന്നത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രത്തിൽ ഒരു വലിയ നേതാവ് ഭരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയോട്ടെ പതുക്കെ ഒരു വയലിൻ്റെയോ സിത്താറിൻ്റെയോ വീണയുടെ എന്തെങ്കിലും ഒരു മ്യൂസിക് ഇട്ടേ
ഒന്നും പറയില്ല. അപ്പോൾ മനുഷ്യന് തോന്നി തുടങ്ങും എന്തോ ഒരു ഈ ഷോക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ബ്ലാങ്കറ്റ് ചെയ്യണം. അടുത്ത ദിവസം ആകുമ്പോഴത്തെ ജനങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ധാരണ, അപ്പോൾ പത്രത്തിൽ വരുന്നു ഇന്ന ആൾക്ക് അപകടം സംഭവിച്ചു, ഇന്ന തരത്തിൽ മരിച്ചു. ഇന്ന് ഒരു 30 മിനിറ്റിനകത്ത് 3 ബ്രേക്കിങ്ങാണ്. മനുഷ്യനിങ്ങനെ ഞെട്ടാൻ തയ്യാറായിട്ടിരിക്കുക. ഞാൻ പറയുന്നത് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മതപരം എന്താണ്, ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ എന്താണ്? ഹിന്ദു. നിങ്ങളൊക്കെ ആരൊക്കെയാണ്? ഹിന്ദു. ഒരു ക്രിസ്ത്യാനി മുസ്ലിം ഉണ്ടായിരുന്നു ഇപ്പം ഒന്നും പറയാൻ സംസാരിക്കാറ്. കാരണം അറിയോ, എന്നെ ഇന്നേ വരെ എൻ്റെ ഒരു ക്രിസ്ത്യൻ സുഹൃത്തും എൻ്റെ അടുത്തൊന്ന് വിഷമം നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് നിങ്ങളവിടെ ചെയ്തില്ലെന്ന് പറഞ്ഞില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നിങ്ങളൊക്കെ കാണും, അപ്പ ഹാജ. ഞങ്ങൾ 40-45 വർഷത്തെ പരിചയമാണ്. ഇന്ന് വരെ ഞങ്ങൾ ഒരു ചെറിയ കാര്യത്തിൽ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ദുബായിൽ പോയാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സാജിദ്. ഇത് പറഞ്ഞ് നമ്മുടെ അകത്തൊരു സ്പർദ്ധ ഉണ്ടാക്കുക. മണിപ്പൂർ എന്ന് പറഞ്ഞു. രാഷ്ട്രീയം എന്താണ് അതിനകത്ത്? ഇവിടെ ക്രിസ്ത്യൻ സമൂഹം BJP അടുക്കുന്നു, എങ്ങനെ അകറ്റാം? മണിപ്പൂരിൽ എന്താ സംഭവിക്കുന്നത് ഇന്ന് നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും. അവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ലഹള നടന്നിട്ടേയില്ല. 2 ട്രൈബൽ ഗോത്ര വർഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് കുക്കിയും മെയ്ത്തികളും. മെയ്ത്തികൾ മണിപ്പൂരിൻ്റെ സെൻട്രൽ ഭാഗത്ത് താമസിക്കുന്നു, അംഗസംഖ്യയിൽ അവർ കൂടുതൽ. കുക്കികൾ മലപ്രദേശത്ത്. അപ്പോൾ ഈ കുക്കികളിൽ ഭൂരിഭാഗം ഇടന്നു വന്നവരാണ് മ്യാൻമാറിൽ നിന്ന് 80 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ കുടിയേറി പാർത്തവരാണ്. അപ്പോൾ എന്ത് പറ്റുന്നു, കുക്കികൾക്ക് SC ST എന്നുള്ള ഇത് കൊടുത്തു. അപ്പോൾ അവർക്ക് മാത്രമേ മലയിൽ സ്ഥലം വാങ്ങിക്കാൻ പറ്റൂ. മേറ്റികൾക്ക് പണമുണ്ട്, അവിടുത്തെ ജനങ്ങൾ ജനിച്ചു വളർന്നവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇവർ പറഞ്ഞു ഞങ്ങളെ കൂടി SC ST ഉൾപ്പെടുത്തണം. അങ്ങനെ നീണ്ട കാലങ്ങളായി കോടതിയും മറ്റും നടക്കുക. കോടതി സർക്കാരിനോട് ചോദിച്ചു ഇവരെ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ. സർക്കാരിൻ്റെ മറുപടി ചോദിച്ചു. സർക്കാർ എന്തോ അനുകൂലമായിട്ട് കൊടുക്കുകയോ, ഒപ്പം ഈ മലപ്രദേശങ്ങളിൽ കഞ്ചാവ് വേട്ട നടത്തി ബിരൺ സിംഗ്. ഇത് രണ്ടും കൂടെ ഇപ്പോൾ കുക്കികളെ മറ്റ് രാജ്യങ്ങൾ, പുറം ചൈന പോലെ രാജ്യങ്ങൾ ഇളക്കി വിട്ട് പ്രശ്നമായപ്പോൾ ഇവിടെ വരുന്ന വാർത്ത എന്ത്? പള്ളികൾ കത്തിക്കുന്നു, ക്രിസ്ത്യാനികൾക്കെതിരെ. ഇവിടെ ശരിക്കും നടക്കുന്നുണ്ടല്ലോ. നടക്കും. കാരണം എന്തറിയോ, അവിടെ ഗോത്രവർഗങ്ങൾക്കകത്ത് ഒരു മേറ്റി എന്ന് പറഞ്ഞാൽ ഗോത്രത്തിനകത്ത് ക്രിസ്ത്യാനി ഉണ്ട്, ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്. അവിടെ നോക്കുന്നത് എൻ്റെ ഗോത്രത്തിലുള്ളവരെ തൊട്ടെന്നാണ് നോക്കുന്നത്. അപ്പുറത്തുള്ള എല്ലാ ആരാധനാലയങ്ങളും കത്തിക്കുന്നു, വീട് കത്തിക്കുന്നു, എല്ലാം കത്തിക്കുന്നു. ഈ കൂട്ടത്തിൽ പള്ളിയും കത്തും. ഇവിടെ വന്ന് ന്യൂസ് അവസാനം ക്രിസ്തീയ പുരോഹിതന്മാരുടെ അവസാനം പറഞ്ഞെന്താ, സത്യാവസ്ഥ അതിൽ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നു. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ പല വിഭാഗങ്ങൾ എടുത്തെറിയും. ജനങ്ങൾ നമ്മൾ ഇമോഷണലി നമ്മളിതാവും. ഞാൻ ജന്മന ഒരു ഹിന്ദുവാണ്, ഓഹോ നമ്മുടെ അമ്പലത്തിൻ്റെ ഇങ്ങനെ അറിഞ്ഞല്ലേ, നമ്മൾ അവന്മാരെ തിരിച്ചടിക്കണമല്ലോ. ഈ ചിന്തയാണ് കുഴപ്പം. ഒന്ന് ചിന്തിക്കുക, അങ്ങനെ അവർ ചെയ്യാൻ വഴിയില്ലല്ലോ. എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ടല്ലോ, അവരോട് ചോദിക്കുക, അവരങ്ങനെ ഇന്നവരങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ മുസ്ലിം സുഹൃത്തുക്കളുണ്ടല്ലോ, അവരങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നതാണ് ഇവിടുത്തെ അപകടം. അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. എന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? നമ്മൾ ജനിച്ചു വളർന്നപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തുക്കൾ എന്ത് മതത്തിൽപ്പെട്ടവരെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കേരളത്തിന്റെ പ്രത്യേകത ആയിക്കൂടെ? ഒരിക്കലും ഇല്ല. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഡൽഹിയിലാണ്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഉത്തർപ്രദേശും ബീഹാറിൽ നിന്നുമാണ്. നമ്മുടെ തെറ്റായ ചിത്രമാണ് അവരെ പറ്റി. ഇത്രയും നമ്മുടെ കൂടെ നിന്നില്ല, ജീവൻ തരാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഓരോ സ്ഥലത്തിനും ഓരോ വ്യത്യാസമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ വെള്ളം, അവിടുത്തെ വായു, അവർ ജനിച്ചു വളർന്ന രീതി ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ വിദേശികൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റി പറയുന്നത് ഇതുപോലെ ആയിരിക്കും. ഈ ഭൂമി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് പല സ്ഥലത്ത് താമസിക്കുന്നു. വിശന്നാൽ ഭക്ഷണം കഴിക്കും, ദാഹിച്ചാൽ വെള്ളം കുടിക്കും, ഏവനും. പിന്നെ തണുപ്പ് രാജ്യം ചിലപ്പോൾ ഫോർക്ക് വെച്ച് കുത്തി കഴിക്കും, നമ്മളിവിടെ കൈകൊണ്ട് കഴിക്കും. ഇങ്ങനെ കുറച്ച് വ്യത്യാസമല്ലാതെ എന്തുവാ? കാരണം നമ്മൾ തമ്മിലുള്ള ഒരു, അതായത് ഈ ഡിഫറൻസ് വളരെ കുറച്ചാണ്, 2%. സാമ്യം നോക്കിയാൽ എല്ലാ മനുഷ്യരും ഒരു 98% ഒരുപോലെയാണ്. അവരവരുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളോട് ഇഷ്ടം. ഇവിടെ അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും, അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ നിറം കൊണ്ട്, കാരണം അവിടെ തണുപ്പായതുകൊണ്ട് അവരുടെ തൊലിയുടെ നിറം അങ്ങനെയാകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മൾ സമാധാനത്തിൽ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം 33 രാജ്യങ്ങളിൽ ഏകദേശം യുദ്ധം നടക്കുക. ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ പണക്കാരൻ്റെ കൊട്ടാരത്തിലും മറ്റേലും ഒരു ബോംബ് വീണപ്പോൾ രണ്ടും ഒരു ടെൻറ്റിലോട്ട് മാറുക. ഭക്ഷണം യുണൈറ്റഡ് നേഷൻ്റെ വാഹനം വരണം, ഒരു നേരം കിട്ടിയാലായി. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നില്ലേ, പൈപ്പ് ഇങ്ങനെ ആക്കുമ്പോൾ വെള്ളം വരുന്നില്ലേ? നമുക്ക് തോന്നുന്നു നിസ്സാരമല്ലെന്ന്. വെള്ളമില്ല, കറണ്ടില്ല, ഒന്നുമില്ലാതെ ടെൻറ്റിൽ മരവിച്ചും ചൂടുവെള്ളത്തും ഉരുകിയും കിടക്കുക ഒരൊറ്റ ദിവസം കൊണ്ട്. അവിടെ ഒന്നുമില്ല, വിശപ്പും ദാഹവും മാത്രമേ ഉള്ളൂ. മതവും ജാതി പ്രശ്നമല്ല, ഭക്ഷണം വന്നാൽ കഴിക്കുക.
അതുകൊണ്ട് ഇതൊക്കെ സമാധാനം ഇല്ലെങ്കിൽ ഒരു രാജ്യം പുരോഗതി പ്രാപിക്കില്ല. സമാധാനം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റൂ. 2014 വരെ എടുത്തു നോക്കുക, രാഷ്ട്രീയപരമായി പറയാം, ഇന്ത്യ ഒട്ടുക്ക് ചാറപറ പൊട്ടിക്കൊണ്ടിരുന്ന ബോംബ് പൂനെയിൽ പൊട്ടുന്നു, കാശ്മീരിന് കാര്യം പറയാനില്ല. ഇപ്പോൾ ദീപാവലിക്ക് എല്ലാവരും ഇവിടെ പടക്കം പൊട്ടുന്നത് കേൾക്കാറുണ്ട്. അപ്പം നമ്മൾ നല്ല പ്രവൃത്തി ആര് ചെയ്താലും നല്ലതും അംഗീകരിക്കണം. ഞാൻ ആ കുറ്റം 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 പറഞ്ഞിട്ട് കാര്യമില്ല. രാജ്യമാണ് പ്രധാനം. നമ്മുടെയും ഇപ്പോൾ പ്രിൻസിൽ എൻ്റെയൊക്കെ ലൈഫ് ഇത്രാം ജനിച്ച് ഇത്രാം മരിക്കും, ലൈഫ് തീരും. പക്ഷേ ഭൂമിയിലെ ലൈഫ് തുടരും. രാജ്യമാണ് പ്രധാനം, വ്യക്തിക്ക് വലിയൊന്നുമില്ല. ഞാൻ നീണ്ടുപോയി സംസാരിച്ചാൽ. ഓക്കെ, നന്ദി. നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഇത്രയും സമയം അനുവദിച്ചതിന് താങ്ക് യു. തിരിച്ചും ഇത്രയും സമയം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇരുന്ന നിങ്ങൾ 3 പേർക്കും എൻ്റെ അതിയായ സന്തോഷം.